ഒരു IIT ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ബെസ്റ്റ് ആസ്പിറേഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് IITയിൽ നിന്നും ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഗ്രാജുവേഷൻ നേടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് എന്തായിരിക്കണം? ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം ബെസ്റ്റ് IIT. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ നമുക്ക് മിനിമം എത്ര മാർക്സ് വേണം, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയുന്നുണ്ടാവുക. Myself Ajnas AK and I am a well-wisher in your IIT NIT dreams and welcome to IITricks. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 JEE അഡ്വാൻസിലെ ടോപ്പേഴ്സിന് കിട്ടിയ മാർക്സും അവരുടെ റാങ്ക്സും ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ തന്നെ 2025 JEE അഡ്വാൻസിന് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇത് നോക്കുക. 2024 ഔട്ട് ഓഫ് 360 ടോപ്പേഴ്സ് എത്ര മാർക്സ് നേടി, അല്ലെങ്കിൽ എത്ര മാർക്സ് നേടിയാലായിരുന്നു ഇന്ന റാങ്കിൻ്റെ ഉള്ളിൽ കിട്ടുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് റാങ്കിന്, അതായത് ലാസ്റ്റ് ഇയറിൽ ഫസ്റ്റ് റാങ്കിന് കിട്ടിയിട്ടുണ്ടായിരുന്ന 355 മാർക്സ് ആയിരുന്നു ഔട്ട് ഓഫ് 360. ദാറ്റ് മീൻസ് 98.61%. ഇനി ആദ്യ 100 റാങ്കിൻ്റെ ഉള്ളിൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണം? 302ൻ്റെയും 355ൻ്റെയും ഇടയിൽ മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക, ലാസ്റ്റ് ഇയറിൽ നടത്തിയ IIT JEE അഡ്വാൻസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അതിൻ്റെ ഒക്കെ ഒരു എഫക്റ്റാണ് ടോപ്പർക്ക് 355 മാർക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്കൊല്ലം നമുക്കറിയില്ല എത്രത്തോളം ഈസി ആയിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം അത് ടഫ് ആയിരിക്കും. അത് എക്സാം കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഈ പറയുന്ന റാങ്ക് 1ൻ്റെയും അല്ലെങ്കിൽ ടോപ്പ് 100ൽ എത്താൻ എത്ര മാർക്ക് വേണം എന്നുള്ളതൊക്കെ വേരി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ സംഭവം നോക്കുക. ഇനി നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വിത്തിൻ 500 ആണെങ്കിൽ നിങ്ങൾ മിനിമം എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണം? അതായത് 258 നിങ്ങൾ 2024 JEE അഡ്വാൻസിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് 500 റാങ്കിനുള്ളിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കും. അതേപോലെ വിത്തിൻ 1000 നിങ്ങൾക്ക് നേടണമെങ്കിൽ മിനിമം മാർക്സ് ലാസ്റ്റ് ഇയറിൽ വേണ്ടിയിരുന്നത് 232 മാർക്സ് ആണ്. അതായത് അറൗണ്ട് 64% മാർക്സ് ഓഫ് ടോട്ടൽ മാർക്സ്. അപ്പോൾ ഇത്ര കിട്ടിയാൽ തന്നെ, അതായത് ടോപ്പ് 1000ലാണ് നിങ്ങളുടെ റാങ്ക് എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അതായത് ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം ബെസ്റ്റ് IIT, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേണ്ട സീറ്റ്, അതായത് IITയിൽ ഇഷ്ടപ്പെട്ട സീറ്റ് തന്നെ ഈ ടോപ്പ് 1000ൽ വരുന്നത് വഴി നിങ്ങൾക്ക് നേടാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിത്തിൻ 5000 ആണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ, അതായത് വിത്തിൻ 5000 ആണ് നിങ്ങളുടെ റാങ്ക് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മിനിമം 173 മാർക്സ് അഥവാ 48% നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഇനി 10,000 ആണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിലോ 145 മാർക്സ്, അതായത് 40.27% ലാസ്റ്റ് ഇയറിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഈ 10,000 ഞാൻ ഇവിടെ എടുക്കാനുള്ള ഒരു കാരണം, നിങ്ങൾക്ക് IIT, അതായത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, IITയിൽ നിന്നൊരു സീറ്റ് കിട്ടണമെങ്കിൽ ഈ 40.27% മാർക്സ് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നേടാനാവും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം ബെസ്റ്റ് IIT ആണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ ഈ 1000 റാങ്കിനുള്ളിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ കൺക്ലൂഷനായിട്ട് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അതായത് വാട്ട് ഷുഡ് ബി യുവർ ടാർഗറ്റ് റാങ്ക്? അത് നിങ്ങൾ എന്തിനെ ബേസിസ് ചെയ്തിട്ടായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്? ഡ്രീം കോളേജ്, അതായത് ഏത് IIT ആയിരിക്കണം, ഡ്രീം ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് CSE ആയിരിക്കാം, അല്ലെങ്കിൽ EEE ആയിരിക്കാം, അല്ലെങ്കിൽ ECE ആയിരിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിരിക്കാം. ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ടോപ്പ് 7 IITs, അതായത് IIT ബോംബെ, IIT മദ്രാസ്, IIT ഖരഗ്പൂർ, പിന്നെ IIT ഡൽഹി, ഇങ്ങനത്തെ ടോപ്പ് IITകളിലാണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ ലാസ്റ്റ് ഇയർ ട്രെൻഡ് പ്രകാരം നിങ്ങൾ 64% മാർക്സ് നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കണം. ഇതിപ്പോൾ എക്സാം ഈസിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 68% അല്ലെങ്കിൽ 70% ഒക്കെ മാർക്സ് നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കണം. ഇനി ടഫർ സൈഡിലോട്ടാണ് വരുന്നതെങ്കിൽ അത് ചിലപ്പോൾ 55 to 60% ഒക്കെ നിങ്ങൾ ടോട്ടൽ മാർക്സിൻ്റെ അത്രത്തോളം മാർക്സ് നേടുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രീം കോളേജിൽ നിന്നും ഡ്രീം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് നേടാനാവുന്നതാണ്.